പഠിച്ചിട്ട് കാര്യമുണ്ടോ? യെസ്, നിങ്ങൾ പ്ലസ് ടുവിലേക്ക് കടക്കാൻ പോകുന്ന കുട്ടികളാണ്. നിങ്ങൾ പ്ലസ് ടു കഴിയുമ്പോഴോ അല്ലെങ്കിൽ പ്ലസ് ടുവിലേക്ക് കടക്കുമ്പോഴോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഏത് കോഴ്സിന് പോകും എന്നുള്ളത്. പലർക്കും ഇപ്പോഴേ ഒരു പ്ലാൻ ഉണ്ടാവും പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ പ്ലാൻ ചെയ്യാത്തവരെ ഇപ്പോൾ തന്നെ ഡിസിഷൻ എടുത്തോളാം. ഇനി നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളാണ് JEE, KEAM ആൻഡ് NTA. ഈ 3 എക്സാമുകളും നിങ്ങളുടെ പ്ലസ് 1, പ്ലസ് 2 സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകളാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വളരെ സീരിയസ് ആയിട്ട് പ്ലസ് 2 എക്സാം അല്ലെങ്കിൽ പ്ലസ് 2 നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ആ സിലബസ് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകളാണ് ഇവ. ഇതിൽ ആദ്യത്തത് JEE, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ട എക്സാം എന്ന് പറയുന്നത് JEE ആണ്. എന്താണ് മക്കളെ ഈ JEE? ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. 2 സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JEE മെയിൻസും അതേപോലെ അഡ്വാൻസ്ഡും. മെയിൻസ് ക്ലിയർ ചെയ്ത ഒരു ആസ്പിറന്റ് മാത്രമാണ് അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കോളേജസ് ആയിട്ടുള്ള IIT, NIT, IIIT തുടങ്ങിയ കോളേജിലൊക്കെ അഡ്മിഷൻ നേടുന്ന പറഞ്ഞാൽ പലരുടെയും സ്വപ്നമാണ്. അപ്പോൾ ഇതുപോലൊരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് JEE. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് അത്ര ചില്ലറ പണിയല്ല, വളരെ ടൈറ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷേ നിങ്ങൾ പ്ലസ് 1, പ്ലസ് 2 അത്രയധികം സീരിയസ് ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് 2 കഴിയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ എക്സാംസ് എല്ലാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പലരും പ്ലസ് 2 കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിന് പോകാം, റിപ്പീറ്റിന് പോകാം എന്നൊക്കെ പ്ലാനിങ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ പ്ലസ് 2വിൻ്റെ കൂടെ തന്നെ ആ പ്ലസ് 2 കഴിയുന്നതോടൊപ്പം തന്നെ ഒന്ന് ഉത്സാഹിച്ച് ഈ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത്രയും വർഷങ്ങളൊന്നും അവിടെ വേസ്റ്റ് ആവുന്നില്ല. ഓക്കെ, ഇനി അതേപോലെ അടുത്ത എക്സാം എന്ന് പറയുന്നത് നമ്മുടെ NTA, നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എക്സാമാണ്. നമ്മുടെ JEEൻ്റെ അത്രയും വരില്ലെങ്കിലും അതേ സിലബസ് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ 2 പേപ്പറാണ് മക്കളെ. അതിൽ ഒന്നാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ്. അപ്പോൾ കംപ്ലീറ്റ് മാത്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്ലസ് 2വിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാൽക്കുലസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു എക്സാമാണ്. അടുത്ത പേപ്പർ എന്ന് പറയുന്നത് ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് 2 പേപ്പറാണ്. പാർട്ട് A എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, പാർട്ട് A ഇംഗ്ലീഷും അതേപോലെ പാർട്ട് B എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജനറൽ അവെയർനെസ്. ഓക്കെ, GK എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ജോഗ്രഫി അങ്ങനെ പല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒരുപാട് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ GK ആൻഡ് ഇംഗ്ലീഷ് ഈ 2 ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഈ 2 പേപ്പറുകൾ നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫോഴ്സുകൾക്ക്, എയർഫോഴ്സ്, ആർമി, നേവി ഫോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഓഫീസർ ലെവൽ പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് NTA എക്സാം. ഇനി അടുത്തത് നമ്മുടെ KEAM, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം എൻട്രൻസ് എക്സാം, കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാം KEAM എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതേപോലെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകൾ, ഇനി ഫാർമസി കോഴ്സുകൾ മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പേപ്പറുകൾ മാത്രം എഴുതിയാൽ മതി. ആൻഡ് ഇതിൻ്റെ കൂടെ മാത്സും കൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. ഒരുപാട് പേര്, അധികം കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നും, അതേപോലെ 45 ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്നും ആൻഡ് 30 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ നിന്നുമാണ് ചോദിക്കുന്നത്. കംപ്ലീറ്റ് നമ്മുടെ പ്ലസ് 1, പ്ലസ് 2 സിലബസ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് മാത്സ് എന്നാണ്. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ്സിലാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് ഒരു കുറച്ചുകൂടി സമയം കഷ്ടി പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റിന് അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സമയം എടുത്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ചോദ്യം 1 മിനിറ്റിൽ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത്ര കാലം തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് അപ്രോച്ച് വരുമ്പോൾ നിങ്ങളത് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള കാര്യം ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ
MCQ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള എൻട്രൻസ് എക്സാമുകളിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു കാൽക്കുലേഷൻ പോലും, ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ 2+3 5 എന്നുള്ള കാര്യം പോലും നിങ്ങളത് ചെയ്ത് നോക്കുന്നത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ്. അത് നിങ്ങളുടെ ആ ഒരു എബിലിറ്റിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ എൻട്രൻസ് എക്സാമുകളിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വരുമ്പോൾ അത് ആ ഒരു സമയം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അതിനുള്ള ആ എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 എക്സാമുകളും. അപ്പോൾ ഈ 3 എക്സാമുകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് JEE ആണ്. ആൻഡ് നമ്മുടെ എക്സാമിനർ നിങ്ങളെ എങ്ങനെയാണ് ഈ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള JEE എക്സാം ക്രാക്ക് ചെയ്യാനുള്ള DHEERA ബാച്ച് നമുക്കിവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ +2 പഠിക്കുന്നതോടൊപ്പം തന്നെ അത് മാത്രമല്ല നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീറ്റിൻ്റെ ബാച്ച് വേദ ബാച്ച് ഉണ്ട്. അതേപോലെ DHEERA ബാച്ച് JEE നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സിലബസ്, JEE ഫുൾ സിലബസ് ലൈവ് ക്ലാസ്സുകൾ, ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളും PDF ക്ലാസ് നോട്ട്സും ഫുൾ സിലബസ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും ആൻഡ് ചാപ്റ്റർ വൈസ് JEE വർക്ക് ഷീറ്റും അതേപോലെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് +2 കഴിയുന്നതോടൊപ്പം തന്നെ ഈ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏബിൾ ആയിട്ടുണ്ടാകും. ഓക്കെ, ആൻഡ് ഇവിടെ ചാപ്റ്റർ വൈസ് JEE എക്സാംസും മൊഡ്യൂൾ വൈസ് JEE എക്സാംസും അതേപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങളെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ മക്കളെ ഡിസിഷൻ എടുത്തോളാം. +2 സിലബസ് അത്രയധികം പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങളിപ്പോൾ മാത്സിനൊക്കെ പറയുകയാണെങ്കിൽ കീമിനൊക്കെ നമ്മുടെ കാൽക്കുലസിൻ്റെ ഭാഗത്ത് നിങ്ങൾ അധികം സ്കിപ്പ് ചെയ്യട്ടെ മിസ് എന്നൊക്കെ ചോദിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ലിമിറ്റ്, ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ് തുടങ്ങിയ ഭാഗത്തു നിന്നൊക്കെ അത്രയധികം ക്വസ്റ്റ്യൻസ് 20 to 25 ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങളുടെ കാൽക്കുലസിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യേണ്ട, അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് കൂടെ നിങ്ങളുടെ +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനും അത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ എക്സാമിനറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പഠിക്കാം.